കൊയിലാണ്ടിയില് ഒരു ആന ഉത്സവത്തിനിടയിലുള്ള ആനയെഴുന്നള്ളത്തിന് അല്ലെങ്കിൽ ആന മരിക്കാനിടയായി. വലിയ ഗുരുതരമായ ഒരു അപകടമാണ് ഉണ്ടായത്. ആന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടുണ്ട്. എന്താണ് അതിലൊരു തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടായതിനു ശേഷം വനം വകുപ്പിന്റെ നോർത്തേൺ സർക്കിൾ സോഷ്യൽ ഫോറസ്ട്രി ചീഫ് വൃത്തിയും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയായ ADM കോഴിക്കോട് റൂറൽ SP-യുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരോട് അടിയന്തരമായും പരിശോധിച്ച് കൂടിയാലോചനയുടെ ഒരു കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 10 മണിയോടുകൂടിയാണ് കിട്ടുക. 32 പേര് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓരോ പരിക്ക് പറ്റിയവരും വ്യത്യസ്ത രീതിയിലാണുള്ളത്. ഒരു പുരുഷനും 2 സ്ത്രീകളുമാണ് മരിക്കാനിടയായത്. അവിടെ പ്രധാനമായും പരിശോധിക്കുന്നത് നാട്ടാന പരിപാലന ചട്ടം നിർമ്മിച്ചിട്ടുണ്ടോ എന്നാണ്. എന്നാൽ പ്രാഥമികമായി അവർ തന്നിട്ടുള്ള നിഗമനം വെടിക്കെട്ടിന്റെ ശബ്ദത്തിൽ ആനകൾ വരണ്ടു എന്നാണ്. പിന്നെ 2 ആനകൾ തമ്മിലാണ് ഉണ്ടായത്. സ്വാഭാവികമായും ആളുകൾ വരണ്ടു വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പരിക്കും മരണമാണ് ഇതെന്നാണ്. അത് കർശനമായി തന്നെ പരിശോധിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം ഇനി എല്ലാം സ്റ്റേറ്റ് ലെവലിൽ വന്ന് ആലോചിക്കുന്നതിന് പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വ്യത്യസ്തതയുണ്ടല്ലോ. ആ വ്യത്യസ്തതയൊക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമില്ലാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ പിഴവുകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ തികച്ചും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും. ഇപ്പോൾ തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം ADM-ഉം പോലീസുമായി ചർച്ച ചെയ്ത് കൂട്ടായ ആലോചനയുടെ ഭാഗമായി ചെയ്യുന്നതാണ് നന്നായിരിക്കുക എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്.